بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബാബുൽ ഇസ്തിഖാമ, പുതിയൊരു ബാബ് തുടങ്ങാണ്. ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. ഒരു ഖൈർ നമ്മൾ തുടങ്ങി വെച്ചാൽ അത് നിരന്തരമായി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത്. ഇമാം നവവി റഹിമഹുല്ലാഹ് അതിന് ആദ്യം കൊടുക്കുന്ന ഒരു ആയത്ത് ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആയത്ത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും അതിൽ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ തതനസ്സലു അലൈഹിമുൽ മലായിക, സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് മലക്കുകൾ അവരിലേക്ക് ഇറങ്ങും. അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട എന്ന് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നും മലക്കുകൾ അവരോട് പറയും. സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ ആയത്താണ്. ഈ രണ്ടായത്താണ് നബവി ആദ്യമായിട്ട് കൊടുത്തത്. പിന്നെ ആദ്യം കൊടുക്കുന്ന ഹദീസ് وعن أبي عمرو وقيل أبي عمرة سفيان بن عبد الله رضي الله عنه قال قلت يا رسول الله قل لي في الإسلام قولا لا أسأل عنه أحدا غيرك. സഹാബി വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, അല്ലാഹുവിൻ്റെ റസൂലെ, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ എനിക്കൊരു കാര്യം താങ്കൾ പഠിപ്പിക്കണം, ഒരു വാക്കെന്നെ പഠിപ്പിക്കണം. അതെങ്ങനത്തെ വാക്കായിരിക്കണം? മറ്റൊരാളോട് ഞാൻ ചോദിക്കാൻ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വാക്കായിരിക്കണം. മറ്റൊരാളത്തേക്ക് പോകേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലുള്ളൊരു വസിയത്ത്, ഒരു ഉപദേശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയണം, ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം, അതിൽ നീ സ്ഥിരതയോടെ നിൽക്കുകയും വേണം. ഏറ്റവും വലിയ ഉപദേശം. രണ്ടാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാരിബു വസദ്ദിദു. ഖാരിബു, നിങ്ങൾ മികത്തം പാലിക്കുക. നന്മകൾ ചെയ്യുമ്പോൾ മികത്തം പാലിക്കുക. അധികമാകാനും പാടില്ല, തീരെ ഇല്ലാതായിരിക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ മുന്നോട്ട് പോകണം. വസദ്ദിദു, ഉറച്ചു നിൽക്കണം. രണ്ടും നമ്മുടെ അമലുകൾക്ക് ആവശ്യമാണ്. ഖൈറുകൾ ചെയ്യുമ്പോൾ മുഖാറബത്ത്, മികത്തം പാലിക്കണം. സദാദ്, സദാദ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഴ്ച വരുത്താതെ നിത്യമായിട്ട് സ്ഥൈര്യത്തോടെ ചെയ്യുക. വഅലമു, നിങ്ങൾ അറിയണം, അന്നഹു ലൻ യൻജുവ അഹദുൻ മിൻകും ബിഅമലിഹി, നിങ്ങളിൽ ആരും നിങ്ങളുടെ അമലുകൾ കൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടൂല. ഒരിക്കലും നിങ്ങളുടെ അമലുകൾ വെച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക്. ഖാലു, ഇപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളും അങ്ങനെ തന്നെയാണോ? താങ്കളുടെ അമലുകൾ കൊണ്ട് താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന, ഞാനും രക്ഷപ്പെടൂല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും എന്നെ മൂടിയിട്ടല്ലാതെ ഞാനും രക്ഷപ്പെടൂല. അതെന്നാൽ ആഖിറത്തിലുള്ള അവസ്ഥ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് വേണം, അല്ലാഹുവിൻ്റെ ഫദ്ല് വേണം. നമ്മൾ ഈ ചെയ്തു വെച്ച അമലൊന്നും കൊണ്ട് ചിന്തിക്കാൻ പാടില്ല, നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് ഹദീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നത് അമല് നിത്യമായിട്ട് ചെയ്യുക. ഒരു അമൽ, ഒരു ഖൈർ തുടങ്ങിയാൽ അത് ഉപേക്ഷിക്കാതെ, ഒഴിവാക്കാതെ, മികത്തം പാലിച്ചുകൊണ്ട് നിത്യമായി തുടരുക. എന്നാലേ അത് തുറത്താൻ കഴിയുള്ളൂ. നല്ല ഓവറായാൽ അധികം ആയുസ് ഉണ്ടാവില്ല, പെട്ടെന്ന് തീരും. അത് പറ്റില്ലാതായാൽ തീരുണ്ടാവും ചെയ്യും. അപ്പം മികത്തം പാലിച്ചിട്ട് തുടർത്തിക്കൊണ്ട് ചെയ്യുന്ന അമലാണ് അള്ളാഹുവിന് ഇഷ്ടവും അതാണ് മുഅ്മിനീങ്ങൾക്ക് ഖൈറും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്ന് പഠിപ്പിക്കും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.